പക്ഷേ ഈ ചിറവേലിക്കുട്ടി എന്ന് പറയുന്നത് അതേ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇവിടെ ആർക്കും അറിയില്ല. അല്ലാതെ ഇത് ട്രാൻസ് അങ്ങനെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. അത് ഈ മിമിക്രി ഷോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഞാൻ അതിന്റെ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ അല്ലല്ല, ഇത് അദ്ദേഹം നല്ല ഒത്ത പുരുഷനാണ്. പക്ഷെ അദ്ദേഹം മനോഹരമായിട്ട് സ്ത്രീ വേഷങ്ങൾ. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, സഖാവ് EMS നമ്പൂതിരിപ്പാട് പോലും സ്ത്രീ വേഷം കെട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അന്ന് സ്ത്രീകൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആണ് ഇദ്ദേഹം സ്ത്രീ വേഷം കെട്ടിയത്. അങ്ങനെ ഇദ്ദേഹം മാത്രമല്ല, ഇപ്പം ഈ കൊച്ചിയിൽ തന്നെയുള്ള പാപ്പക്കുട്ടി ഭാഗവതരി 102-ാമത്തെ അല്ല, കഥകളിൽ ഇപ്പോഴും സ്ത്രീ വേഷം കെട്ടുന്നത് പുരുഷന്മാർ. പക്ഷെ നാടകത്തിലല്ല. നാടകം കുറേയും കൂടി ലൈഫായിട്ട് അടുത്ത് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നു. ഷിയാളായിരുന്നു ഭയങ്കര ഫേമസ്. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ട് യാതൊരു ഇതുമില്ല. പക്ഷെ സ്ത്രീവേഷം കിട്ടുന്ന ആളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ആ കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഈ സ്വത്വം തിരിച്ചറിയുക എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ. അഭിനയിക്കുന്ന സമയത്ത് മാത്രം. അഭിനയിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ ആ ഒരു വേഷം ഉള്ളിൽ നിന്ന് പോകാതെ അയാൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതാണ് ആ പ്ലേ. സാറിന് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ നസ്രിയ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫഹദിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാലും അതൊന്ന് പുറത്തു വരാൻ ഫഹദ് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എന്നുള്ളത്. അപ്പം സാർ ഇത്തരം നാടകങ്ങൾ സ്റ്റേജുകൾ ചെയ്തു, സിനിമകൾ ചെയ്യുന്നു, ഒരു ക്യാരക്ടർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? വേണമെങ്കിൽ ചില സമയങ്ങളിൽ അത് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും, കാരണം ഒരു നടൻ എന്ന് പറയുമ്പം കഥാപാത്രവും ആ വ്യക്തിയും ആണ്. കാരണം നമ്മളിപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോൾ ഇത് ക്യാമറയാണെന്നും അതിന് എൻ്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ട്, ഡയറക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കേൾക്കണം ഒരു ഭാഗത്തോട്, എന്നിട്ട് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. നമ്മൾ അങ്ങനെ ഓവറായിട്ട് അത് ഭയങ്കര അപകടം സൃഷ്ടിക്കും. അങ്ങനെ ഒരുപാട് ഈ ഹോളിവുഡ് ആക്ടേഴ്സിനൊക്കെ അങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം തിയേറ്ററിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം കൊല്ലുന്ന സീൻ അഭിനയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ചെയ്തു പോയി. കാരണം അതാവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ അതെന്തോ ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ചില സമയത്ത് നമുക്കും തോന്നിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ പ്ലേ ചെയ്യുമ്പോൾ ഒരു 1-2 ദിവസമൊക്കെ നമ്മുടെ അതിങ്ങനെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. അല്ലാതെ സ്ത്രൈണതി എന്ന് പറയും. ഇത് രണ്ടും കാണിക്കുന്നുണ്ട്. അതായത് ഈ നാടകത്തിൽ ഇയാളുടെ സ്ത്രൈണതയുണ്ട്. ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർണനായിട്ട് അഭിനയിക്കുക എന്നത്. കർണൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ബലവാനാണ്. അപ്പൊ എങ്ങനെ സ്ത്രൈണത വരിക? അതില്ല. സ്ത്രൈണത കളയാൻ വേണ്ടിയാണ് ഇയാള് കർണനായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കർണനായിട്ട് ഇയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആരും അവസരം കൊടുക്കുന്നില്ല. അതാണ് ഇതിന്റെ സംഭവം. ചില സമയം അതിപ്പോൾ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ ചില സിനിമകൾ നമ്മൾ കുറേ ദിവസം കാരണം ഒരേ നമ്മുടെ ഒരു സ്വത്വം വിട്ടിട്ട് മറ്റൊരു സ്വത്വത്തിലേക്ക് കയറുകയാണ് ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ. അത് ചില ആൾക്കാർ അതിന് വല്ലാതെ ഇൻവോൾവ്മെന്റ് ആയി പോകും. അത് തന്നെ. പക്ഷേ എന്നെ സമയത്ത് ആവില്ല. എന്തുകൊണ്ടറിയാം? എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്. എനിക്കെൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. എൻ്റെ വീട്ടിൽ അരി വാങ്ങിയോന്ന് ഞാൻ അറിയണം. അവിടെ കറണ്ട് ബില്ല് അടച്ചോ എന്നറിയണം. എൻ്റെ മോൻ്റെ സ്കൂളിൽ ഫീസ് അടച്ചോ എന്നറിയണം. അച്ഛനും അമ്മക്കും എൻ്റെ വിഷയങ്ങൾ ഞാൻ അറിയണം. അതുകൊണ്ട് എനിക്ക് നാടകം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കഥാപാത്രത്തിന് എത്രയും പെട്ടെന്ന് എനിക്ക് എന്നെ മാറ്റണം. എങ്കിലും എൻ്റെ സിനിമയിലേക്ക് എത്തണം. എൻ്റെ റിയൽ ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റും. അപ്പം ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കും. ഇതൊന്നുമില്ലാത്തവർക്ക് ഒരുപക്ഷെ അതിൽ തന്നെ കുടുങ്ങിപ്പോകും, ആ ക്യാരക്ടർ തന്നെ. പക്ഷേ ഞാൻ നാട്ടിലെ വേറെ ബാധ്യതകൾ അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാം, അത് ഇതിൽ ഓരോ ഡിപ്പെൻഡ് അവരവരെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഞാൻ ക്യാരക്ടറെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ ആയിരിക്കില്ല ശ്രീധന്യ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കുന്നത്, രജിത്താട്ടിന് എത്തിക്കുന്നത്. അങ്ങനെയല്ല. ജയകുമാർ സാർ പോകുന്ന അങ്ങനെ. നമ്മളിത് ഓരോ വ്യക്തികളാണ്, ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് മറ്റുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്കാവണമെന്നില്ല. അത് ഓരോരുത്തർ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.